വിഷുവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണ് ഇനി പറയുന്നത്. ഒരു കാലത്ത് തന്റെ വീട്ടിന് സമീപമുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ആരാധന നടത്തിയിരുന്ന ഒരു ബാലനുണ്ടായിരുന്നു. ബാലൻ ഒരേ ഒരു ആഗ്രഹം മാത്രമുണ്ടായിരുന്നു: ഗോപാലകൃഷ്ണനെ, അതായത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ശിശുരൂപം കാണുക. അതിനു വേണ്ടിയായിരുന്നു അവന്റെ എല്ലാ പ്രാർത്ഥനയും. അവന്റെ ഭക്തിയിൽ അമ്പരന്ന് ശ്രീകൃഷ്ണൻ ശിശുരൂപത്തിൽ ബാലന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ബാലന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ചോർന്നു. അവൻ അമ്പരന്നു നിന്നു. ശ്രീകൃഷ്ണൻ ബാലനോട് ചോദിച്ചു, നിനക്കെന്തു വേണം? ബാലൻ കണ്ണീരുമോടുകൂടെ മറുപടി പറഞ്ഞു, ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു, അതിനു മുകളിൽ എനിക്കെന്താണ് വേറെ ആവശ്യം? അവനു വേറെ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ശ്രീകൃഷ്ണൻ ബാലനിൽ സന്തോഷം കൊണ്ട് തന്റെ അരയിൽ ധരിച്ചിരുന്ന ആഭരണമായ അരഞ്ഞാണം ബാലന് സമ്മാനിച്ചു. ബാലൻ അത് തന്റെ സുഹൃത്തുക്കൾക്ക് കാണിച്ചു. എന്നാൽ ആ കഥയിൽ അവർ വിശ്വസിച്ചില്ല. അവരെല്ലാം പറഞ്ഞു അത് കൃത്രിമം ആണെന്ന്. അടുത്ത ദിവസം പൂജാരി ക്ഷേത്രം തുറക്കുമ്പോൾ കാണുന്നത് മൂർത്തിയുടെ അരിൽ ഉണ്ടായിരുന്ന അരപ്പട്ട ഇല്ലാതായിരിക്കുന്നു എന്നതാണ്. വാർത്ത പടർന്നു. എല്ലാവരും ബാലന്റെ വീട്ടിൽ എത്തി അവനെ മോഷ്ടാവ് എന്ന് കുറ്റപ്പെടുത്തി. ബാലന്റെ അമ്മക്ക് ആ ആരോപണങ്ങൾ സഹിക്കാനായില്ല. അവൾ ബാലനെ അടിച്ചിട്ട് അരഞ്ഞാണം പറിച്ചു തോട്ടത്തിൽ എറിയുന്നു. ആ അരഞ്ഞാണം ഒരു മരത്തിൽ കുടുങ്ങി. അപ്പോൾ അതേ മരത്തിൽ പെട്ടെന്ന് മഞ്ഞ പുഷ്പങ്ങൾ വിരിഞ്ഞു. ആ പുഷ്പങ്ങൾ വിഷുക്കണിക്കൊന്ന പൂക്കൾ എന്ന് പറയുന്നു. കണിക്കൊന്നയെ ഗോൾഡൻ ഷവർ ട്രീ എന്നും ഇന്ത്യൻ ലാബേർണം എന്നും വിളിക്കുന്നു.